മനോരമ പത്രത്തിലെ വാർത്തയിൽ പറയുന്നു, മന്ത്രിമാരുടെയും MLA-മാരുടെയും അലവൻസ് 50% വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന്. 2018 ഒടുവിൽ അത് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഒരു മന്ത്രിക്ക് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപയാണ് അലവൻസ് ആയി കിട്ടുന്നത്. ഒരു MLA-ക്ക് 70,000 രൂപയും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇവരുടെ ശമ്പളമല്ല, ഇത് ഇവരുടെ അലവൻസ്. മന്ത്രിക്ക് വസതിയും വാഹനങ്ങളും സൗജന്യമാണ്. MLA-ക്ക് സർക്കാർ വാഹനമില്ല, സ്വകാര്യ വാഹനമാണ്. പക്ഷേ പരിധിയില്ലാതെ കിലോമീറ്ററിന്റെ കണക്ക് കൊടുത്താൽ MLA-ക്ക് അലവൻസ് കിട്ടും വാഹനം ഓടിക്കാൻ. ഇവർക്ക് ഒരു കാശ് പോലും ചെലവാക്കേണ്ട. ഈ കാശെല്ലാം നമ്മുടെ ഖജനാവിലെ പണത്ത്. ഒരു കാശ് പോലും ഇവർക്ക് മുടക്കണ്ട. സകല കാശുകൾ ഇവർ ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ, വീട്ടിൽ വരുന്നവർക്ക് ചായ കൊടുത്താൽ, കണ്ണാടി മുതൽ പേന മുതൽ എന്ത് വാങ്ങിയാലും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കും. അതിന്റെ ന്യായം പറയുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് അതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ടെന്ന. ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും ഒക്കെ 1.25 ലക്ഷത്തിന് മുകളിൽ ശമ്പളമുണ്ട്. സത്യമാണ്. പക്ഷെ അവർക്ക് മറ്റ് അലവൻസുകളില്ല. അവരെ സംബന്ധിച്ച് ജീവനക്കാരാണ്. എന്നാൽ മന്ത്രിമാർ അങ്ങനെയല്ല, അവർ രാഷ്ട്രീയ സേവകരാണ്. അവർക്ക് ഇപ്പോൾ ആവശ്യത്തിലധികം പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ അന്യായമല്ലേ?